വിവാഹം കഴിച്ച് ഇവിടെ കോട്ട കെട്ടി. അങ്ങനെയാണ് ഇത് രണ്ടിടത്തും. പിന്നീട് ഭരണം ആരാ നടത്തേണ്ടതെന്നുള്ളത് അതാത് പ്രദേശത്തെ അല്ലെങ്കിൽ അതാത് വീടുകളിലെ, ഗ്രഹങ്ങളിലെ, കൊട്ടാരത്തിലെ മുതിർന്ന പൗരൻ ആരാണോ അവരാണ് രാജാവായിട്ട് വരിക. അങ്ങനെയാണ് കോട്ടക്കൽ. അപ്പോൾ ഇതിൻ്റെ ഒരതിര് വരുന്നത് കോട്ടക്കൽ എന്ന സാമൂതിരി രാജ്യമാണ്. മറ്റൊന്ന് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ കഴിഞ്ഞാൽ വെട്ടം ഇല്ല. ഭാരതപ്പുഴയാണ് അതിൻ്റെ ഒരു എൻഡായിട്ട് നമുക്ക് പറയാവുന്നത്. പിന്നെ അറബിക്കടലാണ്. അറബിക്കടലിൻ്റെ സ്വാധീനം തീർച്ചയായിട്ടും വെട്ടത്ത് നാട്ടിലുണ്ട്, വെട്ടത്ത് നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. ഇനി വരാനുള്ളത് എന്താണ് ഈ വെട്ടം എന്ന് പറയാനുള്ള ഒരു കാരണം? ഇതൊന്നും നമുക്കങ്ങനെ പെട്ടെന്ന് പറയാൻ കഴിയില്ല. വെട്ടം എന്ന് പറയുന്നത് വെളിച്ചം എന്ന അർത്ഥമുണ്ട്. അത് സാംസ്കാരികമായ വെളിച്ചം, ജീവിതത്തിൻ്റെ വെളിച്ചം, ഇങ്ങനെ എന്തിൻ്റെയും വെളിച്ചം. വെളിച്ചം എപ്പോഴും നമുക്ക് എന്താണ്? പ്രതീക്ഷ നൽകുന്നതാണ് വെളിച്ചം. ഇരുട്ട് വെളിച്ചത്തെ പ്രതിരോധിക്കും. ഇപ്പം ഇരുട്ടിൽ എന്ത് നടന്നാലും നമുക്കറിയില്ല. പക്ഷെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് വെളിച്ചം തേടിയുള്ള യാത്രയാണ്, വെളിച്ചത്ത് നടക്കുക. അപ്പോൾ വെളിച്ചം എന്ന് പറയുന്നത്, ഒരു രാജ്യത്തിൻ്റെ വെളിച്ചം എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇരുളടഞ്ഞാൽ അവിടെ അക്രമങ്ങളല്ലേ നടക്കുക. ഏത് രാജ്യത്തും, നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഏത് രാജ്യത്തായാലും ഇരുട്ടാണ് എന്ന് പറഞ്ഞാൽ, ആ നാട്ടിൽ ഇരുട്ടാണ് എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ എപ്പോഴും നടക്കുന്നത് നമ്മുടെ ജീവിതത്തിന് ഉതകുന്ന കാര്യങ്ങളല്ല, ഉതകാത്ത കാര്യങ്ങളാണ്. ഒരുപക്ഷെ കള്ളന്മാരുണ്ടാകാം, പിടിച്ചുപറിക്കാരുണ്ടാകാം, അങ്ങനെ ഒരു ഭാഗത്ത് കൊല തുടങ്ങിയ കാര്യങ്ങൾ. അങ്ങനെയുണ്ട്. ഇരുട്ടിൻ്റെ മറവിലാണ് വെളിച്ചത്തെ എങ്ങനെ നശിപ്പിക്കാമെന്നതും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെട്ടം എന്ന് പറഞ്ഞത് വെളിച്ചമാണ്, ഈ നാടിൻ്റെ വെളിച്ചമാണ്. ഇങ്ങനെ ഒരു പേര് തന്നെ പക്ഷേ ഒരു ഭാഗത്തില്ല. അതുകൊണ്ടാണ് ഈ നാടിന് പ്രകാശം എന്നൊരു പേരും കൂടിയുണ്ട്. ഈ നാട്ടിലെ രാജാവിന് പ്രകാശ ഞാനത് പറയാം. രാജാവിനൊരു പേരുണ്ട്. നാടിന് പ്രകാശം എന്ന് തന്നെയാണ് പേര്. നാട്ടിനും പ്രകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ടേയുള്ള ഒരു പേര് പറഞ്ഞു വരാറുണ്ട്. കേരള ചരിത്രത്തിലൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ശ്രീധരമേനോൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കാവുന്നതാണ്. NBSൻ്റെ കേരള ചരിത്രം, അതിൽ NBS ആണ് അത് ഇറക്കിയിട്ടുണ്ട്. അതിൽ എടുത്ത് പരിശോധിക്കാവുന്നതാണ്. ഞാനത് പറഞ്ഞത്, ഞാൻ ആ കൃത്യം ഇത് ഓർമ്മയിൽ പെട്ടെന്ന് വരാത്തത് കൊണ്ടാണ്. അങ്ങനെ പ്രകാശം പരത്തുന്ന ഈ നാടിന് ൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ജനങ്ങളുടെ സംസ്കാരമാണ്. ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെ ഞാനത് ജനങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഒട്ടേറെ പ്രശസ്തരായ വ്യക്തികൾ ജനിച്ച് ജീവിച്ച മണ്ണാണ് ഇത്. ഇപ്പം നമ്മൾ പറയാറുണ്ട് ഭാഷാ പിതാവിൻ്റെ നാടാണ്. ഭാഷ ഒരു സംസ്കാരത്തിൻ്റെ ചിഹ്നം തന്നെയാണ്, ജീവിത രീതിയുടെ ചിഹ്നമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്, നമ്മുടെ ആശയങ്ങളെ, എൻ്റെ ആശയം നിങ്ങളോട് പറയുന്നതിന് ഉപയോഗിക്കുന്ന ഭാഷയാണ്. ആശയവിനിമയമാണ് ഭാഷയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം അതുകൊണ്ട് ഭാഷാപിതാവിൻ്റെ നാട് അത് എന്നറിയപ്പെടുന്നത്, ഈ പിതാവ് എന്നൊക്കെ പറയുന്നത് ഒരു സാങ്കല്പികമാണ്. ഭാഷ നേരത്തെ ഉണ്ടാകാം, പക്ഷെ അതിനെ പല രീതിയിൽ ഒരു ഇന്നത്തെ രീതിയിലേക്ക് ചിട്ടപ്പെടുത്തി വന്നത് എന്നേ അർത്ഥമുള്ളൂ.
നേരത്തെയും ഭാഷ ഉണ്ടാവാം. എഴുത്തച്ഛന് മുമ്പ് ഭാഷയില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. എഴുത്തച്ഛന് മുമ്പ് ഇവിടെ ജനങ്ങൾ, സാധാരണക്കാർ, അതുപോലെ തന്നെ പണ്ഡിതന്മാരായിട്ടുള്ളവർ അവർ സംസ്കൃതമൊക്കെ ഉപയോഗിച്ചിരുന്നു. നാട്ടിൻപുറത്ത് നാട്ടുമൊഴികളിലൂടെ നാട്ടുമലയാളമുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നാട്ടുമലയാളമുണ്ട്. അപ്പോൾ നാട്ടുമലയാളമുണ്ട്, നാട്ടുമൊഴികളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഭാഷാപിതാവിൻ്റെ നാടാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതൊരു സംസ്കാരത്തിൻ്റെ ഭാഷ എപ്പോഴും ഒരു സംസ്കാരത്തിൻ്റെ. ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചു, എഴുത്തച്ഛൻ എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിൻ്റെ, ഒരു ഭാഷ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആ ഭാഷയുടെ സംസാര ഭാഷയിൽ നിന്ന് ഒരു ഭാഷാ രീതി, ഒരു ശൈലി മലയാളത്തിൽ വളർത്തിയെടുത്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നീട് എങ്ങനെ ഒരുപാട് പേരുണ്ട്, ഞാൻ അതിലേക്കൊന്നും വിശദമായിട്ട് കിടക്കുന്നില്ല. മേൽപ്പത്തൂരിൻ്റെ നാടാണെന്ന് പറയാം. ഇങ്ങനെ പലരുടെയും പിന്നെ അവരുടെ ജീവിതം കൊണ്ട് ധന്യമാക്കിയിട്ടുള്ള നാടാണ് യഥാർത്ഥത്തിൽ വെട്ടം എന്ന് പറയുന്നത്. ഒട്ടേറെ ആരാധനാലയങ്ങളുടെ നാടാണ്, വളരെ പ്രശസ്തമായ. അതിൽ ഹൈന്ദവ ആരാധനാലയങ്ങളുണ്ട്, മുസ്ലിം ആരാധനാലയങ്ങളുണ്ട്. വളരെ അധികമൊന്നും ഇല്ലെങ്കിൽ പോലും പഴയ കാലഘട്ടത്തിൽ ക്രൈസ്തവ ആരാധനാലയവും ഉണ്ട്. തുപ്രങ്ങോട് ഭാഗത്ത് ഒരു ക്രൈസ്തവ ആരാധനാലയമുണ്ട്. അതൊരു പക്ഷേ ഈ അധിനിവേശത്തിൻ്റെ ഘട്ടത്തിൽ ഈ തുപ്രങ്ങോടൊക്കെ ഉള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സമൂഹം ഒന്നിച്ചവിടെ താമസിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിലാണ് അവിടെ ഒരു പള്ളി വരുന്നത് എന്നാണ്. അപ്പോൾ ഒരു കൂട്ടം ഒന്നിച്ചവിടെ വിദ്യാഭ്യാസം, അവരുടേതായ സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, മിഷൻ സ്കൂളുകളുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലായിരിക്കണം അവിടെ ഈ ചർച്ച് അല്ലെങ്കിൽ അവരുടേതായ ഒരു ആരാധനാ രീതി, ഒരു ആലയം അവിടെ വരുന്നത്. അപ്പോൾ ഈ എല്ലാ മതങ്ങളും ഒത്തൊരുമയോടുകൂടി ജീവിച്ച ഒരു ഭൂതകാല കുളിർ എന്ന് വേണമെങ്കിൽ പറയാം. ഭൂതകാലം അതിപ്പോഴും നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട്. ആ ഒരു ഭൂതകാല കുളിരിൽ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഇവിടെ ഈ 3 മതങ്ങൾക്കപ്പുറം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ സി രാധാകൃഷ്ണനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ചില നോവലുകളിൽ ബൗദ്ധ ജൈന സംസ്കാരത്തെക്കുറിച്ചുള്ള ചില സൂചനകളുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ചമരിക്കോട്ടം എന്നുള്ളതൊരു ജൈനമത കേന്ദ്രമായിരുന്നു എന്നാണ്. ജൈനമതത്തിൻ്റെയും അതുപോലെ തന്നെ ബുദ്ധമതത്തിൻ്റെയും ഒക്കെ കേന്ദ്രം, ഭാരതപ്പുഴയുടെ തീരത്ത് ഇങ്ങനെ ഒരു കേന്ദ്രം ഉണ്ടായിരുന്നു എന്നാണ്. അപ്പം ഞാൻ സൂചിപ്പിച്ചു വന്നത് ഇത്രയേ ഉള്ളൂ. ഒരു മതനിരപേക്ഷമായ എല്ലാ മതത്തിൽപ്പെട്ടവരും എല്ലാ ജാതിയിൽപ്പെട്ടവരും ഒരുമിച്ച് ജീവിച്ച ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ ചാതുർവർണ്ണയത്തിൻ്റെ ചില കാലഘട്ടങ്ങൾ തീർത്തും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ പിന്നെ ഇവിടെ ഇല്ലായ്മ ചെയ്യുന്നതിൽ എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാ സാംസ്കാരിക നായകന്മാരും ഒക്കെ മുന്നോട്ട് വെച്ച ഒരു ആശയമാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ഇവിടെ എനിക്ക് സൂചിപ്പിക്കേണ്ടത് തോന്നുന്നത്, ഈ ജനങ്ങൾക്കിടയിൽ രാജാക്കന്മാരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ജനങ്ങളിൽ നിന്നാണ് പടയാളികളെ എടുത്തിരുന്നത്. അങ്ങനെ പടയാളികളെ എടുത്തിരുന്ന ഘട്ടത്തിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരെയും വെട്ടത്ത് രാജാവ്, പ്രത്യേകിച്ച് ഞാൻ വെട്ടത്ത് രാജാവിനെയാണ് ഉദ്ദേശിച്ചത്, വെട്ടത്ത് രാജാവ് എല്ലാ വിഭാഗത്തിനും പ്രത്യേകമായ കളരികൾ നടത്താൻ അനുവാദം കൊടുത്തിരുന്നു. അപ്പോൾ സാധാരണ കളരികൾ എന്ന് പറയുന്നത് ഹൈന്ദവ കളരികളെ കുറിച്ച് പറയാറുണ്ട്. അത് സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ നാട്ടിലുണ്ട്. പക്ഷേ
മുസ്ലിം ജനവിഭാഗത്തിൻ്റെതായ കളരികൾ, അവർക്കും ഈ ആയോധനപരമായ പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ട് കളരികൾ സ്ഥാപിച്ചിരുന്നു. അത് രാജാവിൻ്റെ അനുമതിയോടുകൂടി, രാജാവിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ഉണ്ടായിരുന്നു. ഞാനിതിങ്ങനെ അന്വേഷിച്ച് പോയപ്പോഴാണ് ചെറുശോല എന്ന് പറഞ്ഞാൽ ക്ലാരിക്ക് തൊട്ടടുത്തൊരു പ്രദേശമാണ്. ആ ചെറുശോലയിൽ ഇതുപോലെ ഒരു കളരി ഉണ്ടായിരുന്നു എന്ന് അവിടുത്തെ കാരണവന്മാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് രാജാക്കന്മാർ അവരുടെ പടയാളികളിൽ എല്ലാ മതവിഭാഗങ്ങളെയും, പടയാളികളെ ഉണ്ടാക്കുന്നതിന് എതിർ രാജ്യത്തെ സ്വന്തം രാജ്യത്തിന് രക്ഷാ കവചം ഒരുക്കുന്നതിനും എതിർ രാജ്യത്തെ ആവശ്യമെങ്കിൽ ആക്രമിക്കുന്നതിനും വേണ്ടിയിട്ട് കൂടിയിട്ടാണ്. അപ്പം അങ്ങനെ ഉണ്ടാവുന്ന കളരിയിൽ തീർച്ചയായിട്ടും എല്ലാ മതജനവിഭാഗങ്ങളിൽപ്പെട്ടവരും വെട്ടത്ത് നാട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ്. നമുക്കതിൻ്റെ ചരിത്രപരമായ തെളിവുകൾ തന്നെ കൊടുക്കാൻ കഴിയും. ഞാൻ വളരെ ദീർഘിക്കുന്നില്ല. നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതോട് കൂടിയിട്ട് പറയണമെന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഇവിടെ താനൂരിനെ കുറിച്ച് സൂചിപ്പിച്ചു. താനൂർ സ്വരൂപം, വെട്ടത്ത് രാജാവ് ഈ താനൂരിൽ നിന്നാണ് തുടങ്ങിയത് എന്നൊരു അഭിപ്രായവും വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ താനൂരിൽ നിന്ന് താനൂര് രാജവംശം ഉണ്ടാവുകയും ഈ താനൂർ രാജവംശത്തിൽ നിന്ന് ഒരു സ്ത്രീയെ കല്യാണം, ഒരു റാണിയെ അല്ലെങ്കിൽ രാജ്ഞിയെ കല്യാണം കഴിച്ചു കൊണ്ടുപോയി അത് താമസിക്കുക, അങ്ങനെ